ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വർഷത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ കൊലകൊലയായി പൂവിടുന്ന ഒരു ചെടിയാണ് ഈ ഗാർലിക് വൈൻ. ഇപ്പം മഴക്കാലമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ പൂവിടുന്ന ഈ ഒരു ചെടി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതായത് നമുക്കിതുപോലെ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പന്തലോ അതുമല്ലെങ്കിൽ ഒരു ആർച്ചോ ട്രെല്ലിസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പടർത്തി വിട്ട് കഴിഞ്ഞാൽ നിറയെ കൊലകൊലയായി പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ അധികം പരിചരണം ഒന്നും തന്നെ കൊടുക്കാതെ ഇത് നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിനെ ഗാർലിക് വൈൻ എന്ന് വിളിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയോ പൂവോ നന്നായി ഒന്ന് കയ്യിൽ ഞെരടിക്കഴിഞ്ഞാൽ ഒരു വെളുത്തുള്ളിയുടെ മണമാണ് വരാറ്. കൈകൊണ്ട് നന്നായി ഞെരടുമ്പോൾ മാത്രമാണ് ഈ ഒരു മണം നമുക്ക് കിട്ടുക. അല്ലാതെ ഗാർഡനിൽ വെറുതെ വളർന്നു നിൽക്കുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള വെളുത്തുള്ളിയുടെ മണമോ അങ്ങനെ ഒരു ഐഡിയ പോലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് വെളുത്തുള്ളിയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ചെടിയാണിത്. ഞാനിപ്പോൾ ഇത് ടെറസിലാണ് വളർത്തുന്നത്. പഴയ 3-4 പെയിൻറ്റ് ബക്കറ്റുകൾ ഇതുപോലെ റീസൈക്കിളൊക്കെ ചെയ്ത് ഈ ചെറിയ ചെടിയെ ഇതിലേക്ക് റീപോർട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് വീക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് റീപോർട്ട് ചെയ്ത് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൽ ചെറുതായിട്ട് മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി പോയിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം റീപോർട്ട് ചെയ്തതിന് ശേഷം ഒരു ഗ്രോത്ത് ഒന്നും കാര്യമായിട്ട് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയി ഞാൻ പിന്നെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇടാനായിട്ട്. നോക്കുമ്പോൾ നിറച്ചും മൊട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ തരാമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിലുള്ള ഗ്രോത്താണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടിക്ക് എങ്ങനെ റീപോർട്ട് ചെയ്തു, അതുപോലെ ഈ ഒരു കൊട സ്റ്റാൻഡ് ഞാൻ എങ്ങനെ ഇതിലേക്ക് ഫിറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം അത് വേണ്ടവർക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് ഇതിലേക്ക് ഫിക്സ് ചെയ്തു, അങ്ങനെ അതിലേക്ക് എങ്ങനെ പടർത്തി വിട്ടു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ പരിപാലന രീതിയും പിന്നെ ഇതിന് ആവശ്യമായ വളപ്രയോഗങ്ങളും പിന്നെ മണ്ണിൻ്റെ മിക്സും അതുപോലെ നടീൽ രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ചെടിക്ക് വെള്ളം നല്ലോണം വേണമെന്നുണ്ടെങ്കിലും, അതായത് നനവുള്ള മണ്ണ് വേണമെന്നുണ്ടെങ്കിലും വെള്ളം ഒട്ടും തന്നെ കെട്ടിക്കിടക്കാത്ത തരത്തിലുള്ള ഒരു മണ്ണായിരിക്കണം ഇതിന് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മുടെ ഗാർഡൻ സോയിലിൻ്റെ കൂടെ നല്ലോണം മണലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് പോട്ട് ചെയ്യാൻ. ഇതിപ്പോൾ മഴക്കാലമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നല്ലോണം മഴ പെയ്യുന്ന സമയത്തും ഈ ഒരു ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നമ്മൾ സൂക്ഷിക്കണം. അതിനുവേണ്ടി നമ്മൾ ചട്ടിയുടെ താഴെയായിട്ട് നമ്മൾ നല്ലോണം ഈ ഹോൾസൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ ഇഷ്ടികയും പിന്നെ ഓടിൻ്റെ കഷ്ണങ്ങളും ഒക്കെ വെച്ചതിന് ശേഷം കുറച്ച് കരിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹോൾസ് അടഞ്ഞു പോവുകയുമില്ല, വെള്ളം ഇതിൽ തങ്ങി നിൽക്കുകയുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഈ ചെടിയുടെ വേരുകളൊക്കെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. രണ്ടാമതായി ഈ ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ പൂവിടാനായിട്ടും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ചാൽ സൂര്യപ്രകാശം തന്നെയാണ്. അപ്പോൾ ഞാനിത് ടെറസിൽ വെച്ചത് കാരണം തന്നെ നല്ലോണം വെയിൽ കിട്ടുന്നുണ്ട്. മഴക്കാലമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ടെറസിൽ വെക്കാനുള്ള സംവിധാനം ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ മണ്ണിൽ നിലത്ത് നടുകയാണെങ്കിലും നല്ലോണം വെയിൽ കിട്ടുന്ന ഒരു ഭാഗമാണ് എന്ന് ഉറപ്പ് വരുത്തണം. പിന്നീട് ഇത് വളർന്ന് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ആർച്ചോ അല്ലെങ്കിൽ പന്തലോ ഒക്കെ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലേക്കോ ഒക്കെ നല്ലോണം വെയിൽ കിട്ടുന്ന രീതിക്ക് പടർത്തി വിട്ടാൽ മതി. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളപ്രയോഗമാണ്. അപ്പോൾ ഏതൊരു ചെടിയും നന്നായി വളർന്ന് പൂവിടാനായിട്ട് അതിനെ സഹായിക്കുന്നത് ഈ വളങ്ങൾ സമയാസമയം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ സമയങ്ങളിൽ, അതായത് മാസത്തിലൊരിക്കൽ നമുക്ക് ജൈവ വളം കൊടുക്കാം. അതായത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, കരിയില കമ്പോസ്റ്റ് ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് മാസത്തിലൊരിക്കൽ കൊടുക്കാം. ഇടവിട്ട് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ NPKയും, അതായത് കെമിക്കൽ വളം NPK സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ വേഗം പൂവിടാനായിട്ട് സഹായിക്കും. NPK പോലെയുള്ള കെമിക്കൽ വളങ്ങൾ കൊടുക്കുമ്പോൾ നല്ലോണം നമ്മൾ ശ്രദ്ധ വേണം. അത് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് വെറും 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ചെടിയിലേക്ക് സ്പ്രേ ചെയ്യാനായിട്ട്. അതും വൈകുന്നേരങ്ങളിൽ വെയിൽ താഴുന്നതിന് ശേഷം മാത്രം, ഒരു 5 മണിക്ക് ശേഷം വേണം NPK പോലെയുള്ള ഏതൊരു കെമിക്കൽ ഫോളിയാർ സ്പ്രേയും ആവട്ടെ
നമുക്ക് ചെടിയുടെ നല്ല വളർച്ചയും എല്ലാം കിട്ടുമെങ്കിലും വെയിലോടുകൂടി നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധ്യാസമയങ്ങളിൽ നമുക്ക് ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നഴ്സറികളിൽ നിന്നും ഇതിൻ്റെ തൈ വാങ്ങിച്ച് നമുക്ക് നടാമെങ്കിലും ഇതിൻ്റെ ഒരു കൊമ്പ് കിട്ടിയാൽ തന്നെ നമുക്ക് ആ കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ ചെടിയായി വളർത്തിയെടുക്കാം. അപ്പോൾ കട്ടിങ്സ് നടുമ്പോഴും ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നല്ല മെച്യോർഡ് ആയിട്ടുള്ള ഒരു കട്ടിങ് വേണം എടുക്കാനായിട്ട്. കുറച്ച് മൂത്ത ഒരു കമ്പ് കിട്ടുകയാണെങ്കിൽ അതിൽ ഒരു 2-3 നോഡ് അല്ലെങ്കിൽ മൊട്ടുകൾ ഉള്ള ഒരു കമ്പ് കിട്ടിയാൽ അത് നട്ട് നമുക്ക് പുതിയ പുതിയ ചെടികളായി വളർത്തിയെടുക്കാം. പ്രത്യേകിച്ച് മഴക്കാലത്ത് നടുകയാണെങ്കിൽ വേഗം തന്നെ പിടിച്ച് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ 2 മുട്ടുകൾ, അതായത് നോഡെങ്കിലും മണ്ണിൻ്റെ താഴേക്ക് പോകുന്ന രീതിയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വേഗം വേരുകൾ പിടിച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് അലുവേറയോ തേനോ ഒക്കെ ഉപയോഗിച്ച് നട്ടാൽ കട്ടിങ്സ് വേഗം തന്നെ വേര് പിടിച്ച് കിട്ടും. നല്ലോണം ഇലകളൊക്കെ വന്ന് ചെടി കുറച്ച് വലിപ്പം വെച്ചതിന് ശേഷം മാത്രം റീപോട്ട് ചെയ്താൽ മതി. റീപോട്ട് ചെയ്യുമ്പോൾ കുറച്ച് വേപ്പില പിണ്ണാക്ക്, അതായത് നീം കേക്ക് പൗഡർ ഈ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഗാർലിക് വൈനിൻ്റെ ഈ മൊട്ടുകൾ, ബഡ്സ് നല്ല ഡാർക്ക് പർപ്പിൾ കളറിലായിരിക്കും ആദ്യം കാണുക. അത് കഴിഞ്ഞ് പൂ വിരിഞ്ഞ് ഒരു ഫസ്റ്റ് ഡേ കുറച്ച് ഡാർക്ക് പർപ്പിളും അത് കഴിഞ്ഞ് പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡിലേക്ക് മാറുകയും പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും വെള്ള കളറിലേക്ക് ഈ പൂവിൻ്റെ നിറം മാറുകയും ചെയ്യും. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ പൂക്കളുടെ നിറം മങ്ങി മങ്ങി അങ്ങനെ വെള്ളയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കുലയിൽ തന്നെ പല ഷെയ്ഡ്സ് ഓഫ് പേർപ്പിൾ കാണാനായിട്ട് സാധിക്കും. ഈ പൂക്കൾക്ക് പ്രത്യേകിച്ച് ഒരു സുഗന്ധമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മണമോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. പക്ഷേ പൂക്കളും അല്ലെങ്കിൽ ഇലകളും ഒക്കെ ഞെരടിക്കഴിഞ്ഞാലാണ് ഒരു ഗാർലിക്കിൻ്റെ മണം നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ഗാർലിക് വൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന് 5ാമതായി ചെയ്തു കൊടുക്കേണ്ട കാര്യം പ്രൂണിംഗ് ആണ്. അതായത് ചെടി നല്ലോണം വളർന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം ചെടിയെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഈ പ്രൂണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അതിലെല്ലാം പുതിയ മുകുളങ്ങൾ വന്ന് ചെടി നല്ലോണം ഇലകൾ കാണാതെ തിങ്ങി നിറഞ്ഞ് പൂക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലോണം ചെടി പെട്ടെന്ന് വളർന്നു കിട്ടുകയും നിറച്ച് പൂവിടുകയും ചെയ്യും. ദിവസവും മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടാത്ത സ്ഥലത്താണ് ഇത് നടുന്നതെങ്കിൽ നിറയെ ഇലകളുണ്ടായി ഈ ചെടി നന്നായി തഴച്ച് വളരുന്നത് കാണാം. പക്ഷേ പൂക്കളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഈ ഗാർലിക് വൈനിന് ശേഷം റീപോട്ട് ചെയ്തിട്ടുള്ള മണിമുല്ലയും മാൻഡവില്ല പ്ലാന്റും ഒക്കെ പുതിയ ഗ്രോത്തുകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീപോട്ട് ചെയ്തത് സക്സസ്ഫുൾ ആയി എന്നുള്ളതിനുള്ള ഒരു തെളിവുകൾ കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നല്ല രീതിയിൽ ചെടികളെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.